അതിൽ ഈ 2 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഇവർക്ക് കൊടുക്കുക. കൊച്ചിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനും ഒരു കുറവും വരരുത് കേട്ടോ. പേടിച്ചു കരയണ്ട, അച്ഛനുണ്ട്. പിടിക്കുക മോനെ, എല്ലാ അസുഖങ്ങളും മാറും കേട്ടോ. അച്ചായൻ വന്നില്ലേ, കൊച്ചിനെ പ്രാർത്ഥിച്ചില്ലേ, എല്ലാം അച്ഛനൊരു ഉമ്മ അച്ചായൻ പോവാ, എല്ലാം മാറിക്കോളും കേട്ടോ. ഈ അമ്മയുടെ സങ്കടം എല്ലാം മാറും. ഞാൻ കഞ്ഞി വെക്കുന്ന സ്ഥലം ഇതാണോ? കഞ്ഞി വെക്കുന്ന സ്ഥലം. കുട്ടാപ്പി, ഇത് കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിൽ കൂടെ ഇവരെ കുറിച്ച് ന്യൂസ് ചെയ്തിരുന്നു. പക്ഷെ ആ ന്യൂസിനകത്ത് ശ്രദ്ധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും കമൻ്റ് ഇട്ടിരിക്കുന്ന ടോണി അച്ചായൻ സ്കോൾഡ് കോട്ടെ, അതായത് ടോണി ചായൻ വരും. ഏതായാലും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജനങ്ങൾ എന്ത് പറയുന്നു അതാണ് ഞാൻ ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്. നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുന്നു ഇന്ന സ്ഥലത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ വരും. അത്രയും മെസ്സേജുകൾ കണ്ടപ്പോൾ എനിക്ക് ഇവരെ കാണാൻ ഇരിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇവരുടെ വീടിൻ്റെ അവിടെ പോയി, പക്ഷേ ഇവരെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇവർ RCC ഹോസ്പിറ്റലിലാണ്. ഇന്ന് എന്തായിരുന്നു? ഇന്നലെ മോൻ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ബ്ലഡ് ക്യാൻസർ ആണ്. 5 മാസം ഇവിടുത്തെ ട്രീറ്റ്മെന്റിലാണ്. ഇപ്പം പിന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ വീടൊക്കെ ഒരു കനാലിന്റെ പുറമ്പോക്കിലാണ് വീടൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് RCC നമ്മൾ ഇവരെ കാണാമെന്ന്. ഇനി ഇവരുടെ വീടും കാര്യങ്ങളും കണ്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് അച്ചായൻ പോയി കാണണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി കമൻറ്റുകൾ. അതുപോലെ തന്നെ അച്ചായൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ വാക്ക് അച്ചായൻ പാലിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ RCC വന്ന് കണ്ട് നിങ്ങളുടെ വീട്ടിലും വരാൻ പറ്റി എനിക്ക്. അല്ല മോനെ, 7 വയസ്സുള്ള ഒരു കൊച്ചാണ്. ആ കൊച്ചിന് ക്യാൻസറാണ്. അപ്പം നമ്മളെപ്പോലെ ഉള്ളവർ സപ്പോർട്ട് ചെയ്യേണ്ട. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു മീഡിയയിൽ വന്നപ്പോഴേ ആദ്യം തന്നെ അച്ചായൻ എന്നുള്ള പേര് ഒത്തിരി കമൻറ്റുകൾ അതുപോലെ ഒത്തിരി പേര് എനിക്ക് അയച്ചു തരികയും ചെയ്തു. എനിക്ക് തന്നെ അതൊരു അത്ഭുതമായിട്ട് തോന്നിക്കുക. ദൈവമേ, ഇത്രയും പേര് അയച്ചു തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക? അതുകൊണ്ട് അച്ചായൻ ഓടി വന്നത് കേട്ടോ. നമുക്ക് കഞ്ഞി വെക്കാൻ അരി പോലും ഇല്ലാതൊരു സാഹചര്യം ഉണ്ട്. കാരണം അരിയില്ല. എൻ്റെ മോനെ വന്ന് ആശുപത്രി കൊണ്ട് വണ്ടിക്കൂലി പോലും ഇല്ലാതിരുന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ ഇവിടെ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. 50, 100, 200, 500 ഒക്കെ വെച്ച് ഞങ്ങൾ ചോദിച്ചിട്ട് വണ്ടിക്കൂലി കിട്ടി ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയൊരു സാഹചര്യമുണ്ട്. തീരെ നിവൃത്തിയില്ലപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. വീഡിയോ ഞങ്ങൾക്ക് ഇതിനകത്ത് കറണ്ടില്ല. കുഞ്ഞിന് കീമോ കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ കുഞ്ഞിൻ്റെ. പിന്നെ ബാത്റൂം ഇല്ല. കുഞ്ഞുങ്ങളൊക്കെ ആ പറമ്പിലാണ് ചായ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ രണ്ടും പോകുന്നത്. പിന്നെ ഞങ്ങള് ചേട്ടൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ്. ഞങ്ങൾ രണ്ടും അവിടെ പോകും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകാനുള്ള ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. വയ്യാത്ത മോനും അവിടെയാണ് പോകുന്നത്. ഞങ്ങൾ കഞ്ഞി വെക്കാൻ അടുക്കളയൊന്നുമില്ല അച്ഛാ. അതുകൊണ്ട് ഞങ്ങൾ വെളിയിലാണ് അടുപ്പ് കൂട്ടിയേക്കുന്നത്. മഴ പെയ്തപ്പോൾ ഞങ്ങൾ ചോറ് വെക്കുന്നില്ല. ഇതാണ് അച്ഛാ ഞാൻ കഞ്ഞി വെക്കുന്ന സ്ഥലം. കഞ്ഞി വെക്കുന്ന സ്ഥലം കാണിക്കുന്നത്. ഇനിയിപ്പം അപ്പൊ അവിടുത്തെ ഡോക്ടർമാർ പോലും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ നാട്ടിൽ ഇവിടെ വന്ന ഇവിടെ താമസിക്കുമെന്ന്. ആ സമയത്ത് ഞങ്ങൾ കൃത്യമായി ആരോടായാലും തെണ്ടിയായാലും ഞങ്ങൾ നമ്മളെ കുഞ്ഞിന്റെ സുരക്ഷ വലുത്. നമ്മൾ അവിടെ എത്തിക്കും. അപ്പൊ നിങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് കേട്ടണ്ടേ? അതിനാണ് അച്ഛൻ ഓടി വന്നത്. ഈ കുഞ്ചുമോനെ കാണുമ്പോൾ എനിക്കും സങ്കടം വരുന്നു. ഇവനുള്ള ആവശ്യത്തിനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കൊടുക്കണം. ഏതായാലും ഈ ചെക്ക് ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഇത് 2 ലക്ഷം രൂപയുണ്ട്. ജനങ്ങൾ പറയുന്ന എന്നാ പറയുക, ജനങ്ങൾ പറഞ്ഞു അച്ചായ പോയി ചെയ്യണം, അച്ചായ ചെയ്തേ പറ്റൂ എന്ന് എന്നോട് അവർ പറയുമ്പോൾ ഏതൊരു സ്ഥലത്ത് ഞാൻ പോകും. കാരണം ജനങ്ങളാണ് എൻ്റെ ബലം. ഇവർ പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ കാണുന്ന കോടിക്കണക്കിന് നിങ്ങൾ എന്ത് പറയുന്നോ അത് അച്ചായൻ ചെയ്തിരിക്കും. പിടിക്കാം. ഞാൻ വന്നില്ലേ, ഞാൻ കാര്യങ്ങൾ ചെയ്തില്ലേ? കാല് പിടിക്കണ്ട മോനെ, എല്ലാ അസുഖങ്ങളും മാറും കേട്ടോ. അച്ചായൻ വന്നില്ലേ, കൊച്ചിനെ പ്രാർത്ഥിച്ചില്ലേ, എല്ലാം അച്ചായനൊരു ഉമ്മ അച്ചായൻ പോവാ, എല്ലാം മാറിക്കോളും കേട്ടോ. ഈ അമ്മയുടെ സങ്കടം എല്ലാം മാറും. ഓക്കെ, അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് വരാം. ബൈ ബൈ. അച്ചായൻ സ്കോൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചൻ.